കേസ് അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേസ് അപ്പോൾ നമ്മളടുത്ത മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇവിടെ ഒരുപാടുണ്ട് MSR മുന്തിരിത്തോട്ടം. അപ്പൊ അതിന്റെ നമുക്ക് അതിനകത്തോട്ട് കയറിയില്ല. രണ്ടെണ്ണം ഉണ്ട്. ഇപ്പുറത്ത് ജെനിസ് MSRന്റെ മുന്തിരിത്തോട്ടം ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ക്ലോസ്ഡ് ആണല്ലോ. അപ്പുറത്തുണ്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ട് എൻട്രി എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഈ ഇടത് സൈഡിലും ഉണ്ട് ഒരു ജെനിസ് കണ്ട ഗ്രേപ്പ് ഗാർഡൻ വ്യൂ പോയിന്റ്. ഇത് ഇവിടെ വഴിയാണ്. അതിന്റെ അപ്പുറത്ത് നോക്കിയാണ്. അപ്പൊ നമ്മളെ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലേക്ക് പോയിരിക്കുന്നവരാണ്. ഇതാണ് ആ ഒരു എൻട്രൻസ്. ആൾക്കാർ അവിടെ നിന്ന് മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. നമുക്ക് എന്തായാലും വണ്ടി ഒതുക്കി മുന്തിരിത്തോട്ടം കണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി പോയി ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇനി മുന്തിരിത്തോട്ടത്തിനകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ MSR മുന്തിരിത്തോട്ടം ഫ്രീ വിസിറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറാൻ ഇതിലാണ് പോകേണ്ടത്. കേസ് ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഷോപ്പിംഗ് SP ഷോപ്പിംഗ് സോണ്, ഷാപ്പിറ്റ്സ്, അതായത് ഇവിടെ ബേഡ്സിനെയും പാമ്പ് അങ്ങനെയുള്ള സംഭവമൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിലെടുത്ത് വെച്ച് തരും. ആ ഒരു സംഭവം കൊണ്ട് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. തുടക്കത്തിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ ഒരു കാശ് നമ്മളെ ജിയോ മച്ചാൻ്റെ ഒക്കെ ഒരു പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ? അപ്പോൾ നമുക്കിനി നേരെ മുന്നോട്ട് പോകാം. പെറ്റ് ഷോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെറ്റ് ഷോ ഒക്കെ ഉണ്ട്. ഒരാൾക്ക് 50 രൂപ. പാമ്പിനൊക്കെ എടുത്ത് എനിക്ക് പാമ്പിനെ ബേസിക്കലി പേടി ആയതുകൊണ്ട് നമ്മളതിനോട്ട്. പക്ഷെ മുന്തിരിയില്ല കേസ്, മുന്തിരി ഉണ്ട് കുറച്ച്. വളരെ മുന്തിരി വളരെ ഇതൊന്നും പഴുത്തിട്ടില്ല. മുന്തിരി വളരെ കുറവാണ്. കുറച്ച് അവിടെ തൂങ്ങി അകത്തിറങ്ങാൻ പറ്റൂലെന്ന് അറിഞ്ഞൂടാ. അതൊക്കെ നോക്കാം. അതിന്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോകാൻ. ഫ്രീ വിസിറ്റ് ആണ്. ഇവിടെ കള്ളിമുള്ളൊക്കെ അകത്തിറങ്ങാൻ പറ്റും. അതുവഴിയാണെന്ന് തോന്നുന്നു. വാ നോക്കിട്ട് വരാം. ഇത് നമ്മുടെ എന്താ പറയാ കറക്റ്റ് പ്രോപ്പർ കമ്പം തേനി അല്ല. തേനിയിൽ മുന്തിരി ഇല്ലെന്നാണ് പറയുന്നത്. ഇതാണ് അപ്പോൾ നമ്മൾ മുന്തിരി തോട്ടത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു. അയ്യോ, നമ്മുടെ ലൈഫിലെ വലിയൊരു ഡ്രീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു വിസിറ്റ്. അതെ, മുന്തിരി പറിക്കരുതെന്ന് അവിടെ മുന്തിരി ഇല്ല. മുന്തിരി വളരെ കുറവാണ്. കുഞ്ഞു മുന്തിരി. മുന്തിരിയൊക്കെ വരുന്നേ ഉള്ളൂ. കുഞ്ഞു മുന്തിരിയാണ്. ഈ കുഞ്ഞു മുന്തിരിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ തിന്നുമ്പോ അല്ലേ വലിയ മുന്തിരി കാണുന്നല്ലാതെ ഇതിന്റെ ചിലത് വലുതിന്റെ കൂടെ ഈ പൊടിങ്ങിരി പൊടി സൈസ് ചിലത് പടർന്ന് കിടക്കുന്നതാണ്. എന്തൊരു ഭംഗി. ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇവരെനിക്ക് തോന്നുന്നു വളമൊക്കെ ഇട്ടേക്ക് വലുതായി നല്ല പഴുത്ത് മറ്റേ എന്താ കളക്ട് ചെയ്യാൻ പാകത്തിനാകുമ്പോ മാത്രമേ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷെ അത് ഇഷ്ടംപോലെ നിറഞ്ഞിടക്കണുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. വളമൊക്കെ ഇട്ട് എന്തോ ചെയ്തിക്കണോണ്ട് ഇതിലേക്ക് കയറി നടന്നാ ഇതിനൊക്കെ അത് ഒരു പക്ഷേ ദോഷമായിരിക്കും. അതുകൊണ്ടായിരിക്കും. കുഞ്ഞാണ് ഇവിടെ കണ്ടതല്ല കാഴ്ച, നമ്മൾ കാണാൻ പോകുന്നതാണ് കാഴ്ച. അവിടെയാണ് കറക്റ്റ് കാഴ്ച. അത് കണ്ടിട്ട് വരാം. മുന്തിരി പറിക്കരുത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, അടിപൊളിയല്ലേ? എന്റെ മോനെ, ഇതാണ് നമ്മൾ കാണാൻ കാഴ്ച. മുന്തിരി കൊല മുന്തിരി ഇങ്ങനെ കിടക്കുന്ന നല്ല രസമുണ്ടല്ലേ? സൂപ്പർ അല്ലേ? അടിപൊളി. ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഞാൻ പറഞ്ഞ ഇതേപോലെ കാച്ച് നിറച്ച് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതെവിടെ പല രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം തികച്ചും സൗജന്യമായിട്ട് എടുക്കാം. അതെ, ഇത് ഫ്രീ വിസിറ്റ് ആണ്. പൈസ ഒന്നും കൊടുക്കണ്ട. മുന്തിരി വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഇതൊന്നും പറിക്കാൻ പാടില്ല. ഒരെണ്ണമെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഇതെങ്കിലും എടുക്കുകയാണെങ്കിൽ 500 രൂപ ഫൈന് ഈടാക്കും എന്നാണ് പറയുന്നത്. എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആയിരിക്കും നല്ലതാണ്. യെസ്. അതായത് നമ്മൾ ഈ ഓട്ടോറിക്ഷകളിലും ചില കാറിലൊക്കെ ലോറിയിലൊക്കെ ഇതേ സെയിം സാധനം പ്ലാസ്റ്റിക് കെട്ടി തൂക്കിയിട്ടിരിക്കും. അതിനേക്കാളും ആ ഒരു രീതിയിൽ. പക്ഷെ ഇത് ഇപ്പൊ കിടക്കുന്ന ഒറിജിനല്ല. നല്ല രസമുണ്ട്. ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വിശാലമായിട്ട് ഇരുന്നൊക്കെ കാണാം. നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാണാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമുക്ക് കണ്ട ഇവിടെ പോയി ഇരിക്കാനൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരിക്കാം. അങ്ങനെ നമ്മളിതാ മുന്തിരിക്കുലകൾക്ക് ഇടയിലായിട്ട് താഴെ ഇരിക്കുവാണ് ഗൈസ്. മുന്തിരിയുടെ തണലത്ത്. എന്റെ പോലെ എന്തൊരു വിഷ്വലാണ് അത് കാണാനായിട്ട്. ഈ ഇത്രയും വെയിലും ഉള്ള ഇതിലും ഈ മുന്തിരി ഇതാണ് മുന്തിരി വള്ളികൾ ഒരു രക്ഷയില്ല വ്യൂ. അങ്ങറ്റം വരെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ടുണ്ട്. അവരിപ്പോ ഇതുവരെ അലൗഡ് ആയിട്ടുള്ളൂ.
ഏകദേശം നമ്മളങ്ങനെ മുന്തിരിത്തോട്ടം കണ്ടങ്ങനെ നടക്കുവാണ്. പിന്നെ ഇവിടെ മുന്തിരി ഇതിനകത്തിന് അവര് ഫ്രഷ് മുന്തിരി അവിടെ കൊണ്ടിട്ട് വിൽക്കുന്നുണ്ട്. ഒരു കിലോ 80 രൂപ എന്നാണ് പറഞ്ഞത്. പിന്നെ അതിന്റെ ജ്യൂസ് ഉണ്ട് അല്ലേ. എന്താ പറയാ, ഭയങ്കര രസമാണ് ഇതിന്റെ അടിയിൽ കൂടെ നടക്കാനായിട്ട്. അത്യാവശ്യം തണലും ഉണ്ട്, പക്ഷെ മനോഹരമായ കാഴ്ചകളും ഉണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങോട്ടൊക്കെ നിറച്ച് ഇഷ്ടം പോലെ നിൽക്കുന്നു. എല്ലാം നല്ല പഴുത്ത് പരുവായിട്ട് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ ഹൈറ്റ് കുറവാണ്. ഇവിടെയൊക്കെ ഹൈറ്റ് കുറവാണ്. പിന്നെ നമ്മള് ഒരിക്കലും പറിക്കരുത്. വേണമെങ്കിൽ തൊട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ളതല്ലാതെ പറിക്കരുത്. എന്ത് രസമല്ലടാ, വേറെ ലെവല്. പക്ഷേ ഇപ്പുറത്തെ കണ്ടാ ഇവിടെ ഗൈസ്, ഇവിടെ സംഭവം മുന്തിരി എല്ലാം പറിച്ച് വിളവെടുപ്പ് കഴിഞ്ഞ് അതിന് വിളവെടുപ്പ് കഴിഞ്ഞ് ഇത് കുറെ വേസ്റ്റായ മുന്തിരിയൊക്കെ അവരോട് കൊണ്ട് തട്ടിക്കും. എനിക്ക് തോന്നുന്നു മുളപ്പിക്കാനായിരിക്കും, എന്തോ ആയിരിക്കും, അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാം വാടി കരിഞ്ഞ് നിൽപ്പുണ്ട്. അതിന്റെ ആ ഒരു പന്തൽ അങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, നല്ല കാണാൻ. എനിക്ക് അടിപൊളി ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. ഇവിടെ നിന്ന് അറ്റം വരെ നടന്നൊക്കെ പോകാനായിട്ട്. പക്ഷെ ഇത് എന്താ പറയാ, വേറൊരു ലെവൽ തന്നെയാണ് എന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. വാവ്, സോ ബ്യൂട്ടിഫുൾ ഗൈസ്, മനോഹരം. അതെ, നമ്മൾ കൊടൈക്കനാൽ യാത്രയിലാണ്. അപ്പോൾ ആ യാത്രാ മധ്യം കണ്ട ഒരു ചെറിയൊരു ഹെവൻലി ഫീൽ നൽകുന്ന ഒരു മുന്തിരി തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ ടിക്കറ്റ് ആണ്. പിന്നെ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്തിരി കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് ഈ ഒരു കാഴ്ച ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീൽ, ഭയങ്കര ഒരു വൈബും ഫീലൊക്കെ നൽകുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ ഇത്തരം സ്വർഗീയപരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഈ കൊടൈക്കനാൽ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതുവഴി പോകുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ബോർഡ് കാണാം. ഇതാണ് ഡൊണാൾഡ് ഡക്ക്. ഒരു ഡക്ക് കൊടയും പിടിച്ചിട്ടുണ്ട്, വടിയും പിടിച്ചിരിക്കുന്ന ഒരു കയറി വരുമ്പോൾ തന്നെ അവര് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫീലായിരുന്നു അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ വീട്ടിലൊക്കെ പണ്ട് ഇതിന്റെ തയ്യൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും കാഴ്ചിട്ടൊക്കെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലേ, എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഒന്നോ രണ്ടൊക്കെ കായ്ക്കുന്നല്ലാതെ ഇത്രയൊക്കെ കൊല കണക്കിന് കാഴ്ചക്കുന്നത് എന്ന് പറയുന്നത് വേറെ ലെവല് തന്നെ കാണാനായിട്ട് കിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് പോകുന്നവർ, ഈ റൂട്ട് കുമളി കമ്പം റൂട്ട് സഞ്ചരിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങി സന്ദർശിച്ചിട്ട് പോകാം. കാരണം ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്, എല്ലാവർക്കും ഫ്രീ വിസിറ്റ് ആണ്. തീർച്ചയായിട്ടും ഇറങ്ങി കണ്ടിട്ട് പോവുക, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പിന്നെ കുഞ്ഞുപിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ അവരുടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം, അടുത്ത എപ്പിസോഡായിട്ട് കാണാം വീണ്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്തേക്കാം.